എല്ലാവർക്കും അഭിയോണരെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കോട്ട്ലാൻഡിലെ എഡിൻബ്രയിലാണുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഇവിടുത്തെ ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കാൾട്ടൺ ഹില്ലിലേക്കൊക്കെ പോകുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഇവിടുത്തെ ഒരു ഫേമസ് ക്രിസ്മസ് മാർക്കറ്റ് കാണാനാണ്, ഈവനിങ്ങിലുള്ള ഒരു മാർക്കറ്റ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോ കാണാം. അപ്പോൾ ഒട്ടും സമയങ്ങളാണ് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തു കേട്ടോ. ഇതാണ് ആ എൻട്രൻസ്. നല്ലോണം ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് വന്നത് ആ ഫെറിസ് വീലിൻ്റെ അടുത്ത് നിന്നാണ് വന്നത്. അപ്പോൾ അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു ഈ എൻട്രൻസിൻ്റെ അവിടേക്ക്. കംപ്ലീറ്റ് ഒരു റെഡ് ആൻഡ് ഗ്രീൻ തീം കൊടുത്തിട്ട് ഏകദേശം ഒരു ക്രിസ്മസിൻ്റെ തീം കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ട് തന്നെ തുടങ്ങി ഓരോ ഷോപ്സും കാര്യങ്ങളൊക്കെ. എന്താണത് ഈ കാണുന്നത്? എന്താണ് ഇത് മറ്റേ മെഴുകുതിരിയും കാര്യങ്ങളൊക്കെ, മറ്റേ ഫുള്ള് സ്മെല്ലിനുള്ള സംഭവങ്ങളൊക്കെ. ഇത് എന്താണ്? ഇത് കള്ളിൻ്റെ എന്തോ സംഭവങ്ങളൊക്കെയാണ്. ഇത് അതെ, ഫുള്ള് കള്ളിൻ്റെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തൊട്ടപ്പുറത്ത് കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 3 പൗണ്ട് സിംഗിൾ ബ്രൗണിക്ക്. ഇതേ ക്രിസ്മസിൻ്റെ സ്റ്റാർസും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ്. 27 പൗണ്ടാണ് അതിന്. സോക്സ് കാര്യങ്ങളൊക്കെ, അടുത്ത ഷോപ്സ് കാര്യങ്ങളൊക്കെ, കോഫി ഷോപ്പ്, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. എന്നിട്ട് അത് ഇതുണ്ട്, പിള്ളേർക്കുള്ള ക്യാൻഡീസും കാര്യങ്ങളൊക്കെയാണ് അത് ആ ഒരു ഷോപ്പ്. ഇവിടെ ഫെസ്റ്റീവ് ഫ്രൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ബർഗറും ഫ്രൈസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത്. അവിടെ ബാർ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഹോട്ട് ചോക്ലേറ്റ്, മൂൾഡ് വൈൻ, വിൻ്റർ, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ബിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചേരം കഴിഞ്ഞിട്ട് വന്നടിക്കാം. വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് കഴിയട്ടെ, എന്നിട്ട് വന്നടിക്കാം. എന്താണോ എന്തൊക്കെയോ ഇതിൻ്റെ സംഭവങ്ങൾ കാണാമെന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു സാന്താക്ലോസിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിലിരുന്ന് ഫോട്ടോ എടുക്കാമെന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടുണ്ട്. അവിടെ ഒരു ക്യാമറ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 6 പൗണ്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ നടക്കാൻ തുടങ്ങിയിട്ട്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ തണുപ്പായതിനും കൊണ്ട് തന്നെ നടക്കുമ്പോൾ ക്ഷീണം അറിയണില്ല. ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു തുടക്കമായിട്ടുള്ളൂ അതിൻ്റെ മാർക്കറ്റിൻ്റെ. നേരത്തെ കണ്ട ഫെറീസ് വീല്. നേരെ ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. 2 വഴിയുണ്ട്, ഇതിലുണ്ട് അതിലുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ നേരെ ഇതിലേക്ക് കയറാം. ഇവിടെ ഒരു ബാറാണ് ഉള്ളത്. അതേ ഇവിടെ ഉണ്ട് കോഫി ഷോപ്പും കാര്യങ്ങളും. നമുക്ക് പതുക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കാം. അടുത്ത ട്രിപ്പ് റെഡി ഉണ്ട് കേട്ടോ പോകാനുള്ളത്. അടുത്ത ട്രിപ്പ് എന്തിനു കൊടുത്ത കാശ് കൊടുത്ത് മേടിക്കുന്നത്? നോക്കാം. ഫുള്ള് ഷോപ്സ് ഉണ്ട് ഇവിടെ. നല്ല ഇത് അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വാഫിൾസ്, ഹോട്ട് ഡ്രിങ്ക്സ്, ഫ്രഞ്ച് ക്രാപ്സ് എല്ലാം ഇതിൻ്റെ ഉള്ള ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ തണുപ്പത്തെ ഒരു ഹോട്ട് ഡ്രിങ്ക് അടിച്ച് അടിപൊളിയായിരിക്കും. പിന്നെ ഇവിടെ ഗിഫ്റ്റ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിടുന്ന മറ്റേ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് മെയിനായിട്ട്.
ഇത് ബാറിട്ടാ, ബീറും കാര്യങ്ങളും എല്ലാം വിസ്കിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓപ്പണായിട്ട് നടിയാം ഈ തണുപ്പത്ത്, ഈ കുന്നിൻ്റെ ഉള്ളിരുന്നിട്ട്. ഫുള്ള് ഇതേപോലത്തെ ഷോപ്പാണ് ഇവിടെ. ഈ ഗിഫ്റ്റും കാര്യങ്ങളും ഫുഡും ഈ ബീറും എല്ലാം കിട്ടുന്ന ഒരു ക്രിസ്മസ് മാർക്കറ്റാ. അടുത്ത ബിയർ പാർലർ, തൊട്ടപ്പുറത്ത് ഹോട്ട് റോസ്റ്റഡ് ചെസ്റ്റ്നട്ട്സ്, പിന്നെ തണുപ്പിനുള്ള കുറേ സംഭവങ്ങൾ വെക്കുന്ന ഷോപ്പ് 2 സൈഡിലുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കാൻ അടിപൊളിയാണ്. ഇങ്ങനെ ഇങ്ങനെ നടക്കാൻ രസമാണ്. എന്നിട്ട് ഇത് പെർഫ്യൂമും കാര്യങ്ങളൊക്കെയാണ്. കോൾഡ് പ്രോസസ് സോപ്പ്, അമ്മേ 3 19 പൗണ്ടാ. പിന്നെ അതായത് വീട്ടിൽ വയ്ക്കുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, ക്ലോക്ക്, ടൈം പീസ്, മഗ്. ഇത് ഫെറിസ് വീലാണത്. രണ്ട് സൈഡിലുണ്ട്, ഞാൻ പറയില്ലേ, ഇപ്പുറത്തെ സൈഡിലുണ്ട് ഇതേപോലെ തന്നെ. ഇതിങ്ങനെ കോറുണ്ട് കേട്ടോ, എടുത്താലും തിരിയുന്നില്ല. അതേ ഇവിടെ മാക്ക് ആൻഡ് ചീസ് ഒരു ഫേമസ് ഒരു സംഭവമാണ്. ഫുള്ള് ഇതേപോലത്തെ ഷോപ്പ്. ഇങ്ങനെ നടന്നാലും തീരുന്നില്ല. ഇപ്പോൾ ഈ വിൻ്റർ സീസണിൽ ഇങ്ങോട്ട് വരാനൊക്കെ അടിപൊളി കേട്ടോ, സ്കോട്ട്ലാൻഡ്, എഡിൻബറ. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ വിൻ്റർ ആകുമ്പോൾ ഇവിടെ ഡേ ഭയങ്കരമായിട്ട് കുറയും. അതായത് ഞാൻ നോക്കിയപ്പം 8:45 സൺറൈസ്, ഒരു 3:45 ആകുമ്പോഴേക്കും സൺസെറ്റ് ആകും. ഫുള്ള് ഇരുട്ട്, ഫുള്ള് തണുപ്പ്. അപ്പോൾ ആൾക്കാർക്ക് മെയിൻ ഡിപ്രഷൻ അടിച്ച് വീട്ടിലിരിക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ആൾക്കാരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ട് ഇതേപോലത്തെ കാർണിവലും ഫുള്ള് ലൈറ്റ്സും ഫുള്ളൊരു ഹാപ്പി മൂഡാക്കും ആൾക്കാരെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാർണിവലും കാര്യങ്ങളൊക്കെ മുമ്പേ ഇവർ സംഘടിപ്പിച്ചിട്ട് ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ഷോപ്പുണ്ടാ ഈ കാണുന്നത്. ഇത് എന്നിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ലല്ലോ മുമ്പ്. ഓക്കെ, ലൈറ്റ് നോക്കിയേ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഞാട്ടിട്ടില്ലേ കാറ്റത്ത് ഇങ്ങനെ പറക്കണത്, ആ ഒരു സംഭവം. ഞാൻ ആദ്യം വെച്ചത് ലൈറ്റാണ്. പക്ഷേ ഭയങ്കര വില, 30 പൗണ്ടൊക്കെയാണ് പറയണത്. 30 പൗണ്ട്, 20 പൗണ്ട്, 25 പൗണ്ടൊക്കെയാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് മേടിക്കണ്ട. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അടുത്ത ഇവിടെ ഒരു പിച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ്. നല്ലൊരു വൈബായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫുള്ള് ഗിഫ്റ്റിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ. ബെൽജിയൻ ഹോട്ട് ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഷോപ്പ്. നല്ല ഇതിൻ്റെ മണം, മൂൾഡ് വൈൻ. വൈകുന്നേരം ഇപ്പോൾ തിരക്കിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ കണ്ടിരിക്കുന്നത് ഇതേപോലത്തെ ബാറാണ്. ഫുള്ള് മൂൾഡ് വൈനും ബീറൊക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പ്. പിന്നെ ഇങ്ങനത്തെ ക്ലോത്തിങ്ങിൻ്റെ സംഭവങ്ങളുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഫുള്ള് ജ്വല്ലറി, പിന്നെ ക്രിസ്മസിന് വീട് അലങ്കരിക്കാനുള്ള സംഭവങ്ങൾ, അങ്ങനെ ഫുള്ള് എല്ലാ സംഭവങ്ങളും കിട്ടുന്ന ഒരു മാർക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ കുറേ പേര് വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഭയങ്കര പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓരോന്നിന് 25-30 പൗണ്ടൊക്കെ ഉള്ളവരെ കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഒന്നും പേടിക്കാണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കണം. ഇപ്പോൾ ഇതൊക്കെയാണ് എഡിൻബറ, സ്കോട്ട്ലാൻഡിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കാണിച്ച് തന്നെയാണ് പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷോപ്സൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. നോക്കിയാൽ അഫ്ഗാനിസ്ഥാൻ്റെ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഒരു ഷോപ്സ് ഉണ്ട്. ഏകദേശം നമ്മുടെ കാശ്മീരിലൊക്കെ പോലത്തെ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ.
പിന്നെ ഇവിടെ ഷോളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വിൽക്കണം എന്തെന്ന് വെച്ചാൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് കാശ്മീർ വൂൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വിൽക്കണത്. എന്തായാലും അടിപൊളി. ഇവിടെ ഒരു ചുറൂസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ക്രിസ്മസ് മാർക്കറ്റ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമ്മൾ വന്ന് ഇറങ്ങിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കും. ഈ സൈഡിൽ കണ്ടില്ലേ ഫുള്ള് ലൈറ്റ്. അവിടെ നിന്നാണ് നമ്മൾ വന്നത്, ക്രിസ്മസ് മാർക്കറ്റിൻ്റെ അവിടെ നിന്ന്. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 11 മണിക്കാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ നമുക്ക് 3 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കറങ്ങി കിടക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. ഇപ്പോൾ ഏകദേശം ഇരുട്ടായി തുടങ്ങി. 4 മണി കഴിഞ്ഞു. ഏകദേശം ഇരുട്ടായി തുടങ്ങി. അപ്പോൾ നേരെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പതുക്കെ ഹോട്ടലിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യും. അപ്പോൾ നമ്മൾ വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് ടൂറ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. ട്രാമൊക്കെ ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത് ചെറിയൊരു പബ്ബുണ്ട്. അപ്പോൾ അവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് ഹോട്ടലിലേക്ക് പോകാം. ഇപ്പോൾ ഇതാണ് വേണ്ടിയില്ല ട്രാമൊക്കെ ബുക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പബ്ബ്. ഇവിടുത്തെ ഫേമസ് ഒരു പബ് ഗ്രൂപ്പാണ് വെതർസ്പൂൺ എന്ന് പറഞ്ഞിട്ട്. കുറേ ആൾക്കാരൊക്കെ പുറത്തിരുന്ന് കഴിക്കുന്നത്. എങ്ങനെയാണ് ഈ തണുപ്പത്തിരുന്ന് പുറത്ത് കഴിക്കുന്നത്? എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഫുള്ളി പാക്കഡ് ആയിരുന്നു കേട്ടോ. കുറേ സമയം എടുത്തു നമുക്ക് ഇവിടെ നിന്ന് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഷ് ആൻഡ് ചിപ്സും ഒരു ബീറും പറഞ്ഞിട്ടുണ്ട്. നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറയും. നല്ല വലിയ ഫിഷ് ഫ്രൈയും പിന്നെ കേട്ടില്ലേ ഇതേപോലത്തെ ഫ്രൈസ്, പിന്നെ കുറച്ച് സോസ്. ഇതിൽ വലിയ മസാലയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കാം. അപ്പോൾ നൈറ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച്, നൈറ്റ് എന്നൊന്നും പറയാറായിട്ടില്ല, 5:30 കഴിഞ്ഞിട്ടുള്ളൂ. എന്നിട്ടാണ് ഈ ഫുള്ള് ഇങ്ങനെ ഇരുട്ടായിരിക്കണത്. അപ്പോൾ അതേ നമ്മൾ ഹോട്ടലിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ബസ്സും ട്രാമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ അങ്ങോട്ട് പോകുന്നു ട്രാം, റൈറ്റ് സൈഡിൽ ട്രാം ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഈ എടുക്കുന്നത് ബസ് ഡബിൾ ഡെക്കറാണ്. ഓക്കെ, നോക്കാം നമുക്ക് എങ്ങനെ അത് പോകണം. നമുക്കൊന്ന് വീഡിയോ എടുക്കാം. അപ്പോൾ ബസ് പോയി, ട്രാമും ദേ പോകണം. നമ്മൾ എഡിൻബറയിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ ആയിരുന്നു. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി. പിന്നെ അധികം നമുക്ക് ടൈം കിട്ടില്ലല്ലോ. ഇതായിരുന്നു ഇവിടുത്തെ ഒരു നൈറ്റ് വ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ലണ്ടനേക്കാളും കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് സ്കോട്ട്ലൻഡ് വന്നിട്ടാണ്. അപ്പോൾ എഡിൻബറയിലത്തെ വിശേഷങ്ങളാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തുനിന്ന് വന്നേക്കണ്ട. നമ്മൾ ഇവിടെ നിന്നാണ് ഇന്ന് രാവിലെ വീഡിയോ തുടങ്ങിയത്. ഇതാണ് ആ ജോണി വാക്കറിൻ്റെ ബിൽഡിങ്. അത് ഫുള്ള് ലൈറ്റ് അപ്പ് ചെയ്തിട്ട് നോക്കിയേ, എന്താ സെറ്റപ്പ് നോക്കിയേ. അതിൻ്റെ കൂടെ ഫുള്ള് ലൈറ്റ്സും ട്രാമും ബസ്സുകളും. അതിൻ്റെ അഡ്വർടൈസ്മെന്റ് അല്ലേ, നോക്കിയേ അടിപൊളിയായിട്ട് ലൈറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട് ആ ബിൽഡിങ്. ബ്ലൂ ലേബിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നടന്നിട്ട് നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തേക്ക് തന്നെ പോവാം. അപ്പോൾ എന്നിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കാം. ഇപ്പോൾ സമയം 6 മണിയായിട്ടുള്ളൂ. നമുക്കിപ്പോൾ തോന്നുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒരു 9 മണിയായ ഫീലാണ്. കാരണം 3:45 സൺസെറ്റ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം 6 മണിയായപ്പോഴേക്കും ഫുള്ള് ഇരുട്ടായി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം.
ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. സിറ്റി റൂംസ് എന്ന് പറഞ്ഞിട്ട് ഡൗൺ ടൗണിൽ തന്നെയുള്ള ഒരു ഹോട്ടലാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പോയിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ടൊക്കെ ഉള്ളിൽ കയറിയിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇതാണ് കേട്ടോ ഹോട്ടലിൻ്റെ എൻട്രൻസ്. 334 ആണ് റൂം. നമുക്ക് തന്നിട്ടുണ്ട്. ഇതാ ഓപ്പണായി. ഇവിടെ കാർഡ് വെക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. ഓക്കെ, കാർഡ് വെക്കാനുള്ള സ്ഥലമുണ്ട്. ഓണായി. അപ്പോൾ ഇതാണ് കേട്ടോ റൂം. കുഴപ്പമില്ലാത്ത റൂമാണ്. ഓക്കെ അപ്പോൾ ബാക്കി നമുക്ക് പിന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് ടൈം നമ്മൾ ഇവിടുത്തെ ഒരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ഒക്കെ ട്രൈ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ കോസ്റ്റൽ ഏരിയയിലൊക്കെ ഒന്ന് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.